ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മുടെ നയനയുടെ വീട്ടിലെ കണി കാണലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് തുടക്കത്തിൽ ഇവിടെ അനന്തപുരിയിലെ കണി കാണലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിച്ചു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അമ്മ കുഞ്ഞുനാളിലെ മക്കളെ കണി കാണിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ നിന്ന് പറയാം നമ്മുടെ മുത്തശ്ശി. അപ്പോൾ അനാമിക മോൾ എവിടെ ജാനകി എന്ന് ജാനകിയോട് ചോദിക്കുമ്പം മോൾ ഉറക്കമാണെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. രാവിലെ കണി കാണാൻ വേണ്ടി അമ്മ ചെന്ന് വിളിച്ചപ്പോൾ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൾ മുകളിലോട്ട് നോക്കി. ഇനി എന്തോന്ന് കണി കാണാനാണെന്ന് അനിയ നേരെ ഇവരോട് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ ചോദിക്കുക. അത് കേട്ടപ്പോൾ അതൊന്നും കുഴപ്പമില്ലടാ മോനെ, കണി കാണിക്കാനായി വിളിക്കുമ്പോഴേ പലരും മുകളിലേക്കാണ് ആദ്യം നോക്കുന്നതെന്നും പിന്നെ നമ്മുടെ വീട്ടിലൊരുക്കുന്ന കണി കാണണമെന്നേ ഉള്ളൂ, അത് ആദ്യം കണ്ടില്ല എന്ന് കരുതി ഒരു ദോഷവും വരില്ല എന്ന കാര്യം മുത്തശ്ശി അന്നേരം അവിടെ നിന്നിങ്ങനെ പറയുക. അപ്പോൾ ആദർശെ നയനമോളെ വിളിച്ചായിരുന്നു നീ എന്ന് ചോദിച്ചപ്പം അവൾ ഇന്നലെ പറഞ്ഞിരുന്നു കൃത്യം 4 മണിക്ക് തന്നെ എന്നെ വിളിക്കുമെന്ന്. അതെന്തായാലും കൃത്യമായിട്ട് അവൾ പാലിച്ചു എന്ന് ആദർശ് പറയുക. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചൊന്നുമില്ല, പിന്നെ എന്നെ ഉണർത്താൻ വേണ്ടി വിളിച്ചതാ. അവൾ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു എന്ന് പറയുമ്പം ഏട്ടത്തിയുടെ മരുമകളാണോ വിളിച്ചുണർത്തിയതെന്ന് നമ്മുടെ അജയൻ ചോദിച്ചപ്പം അവളെന്തിനാ എന്നെ വിളിച്ചുണർത്തുന്നത്, ഞാൻ കൃത്യം 3:45 തന്നെ എഴുന്നേറ്റതാണെന്ന് ദേവയാനി എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അമ്മേ ഒന്ന് പിടിക്കുക എന്നും പറഞ്ഞ് തന്നെത്താൻ കണ്ണും പൊത്തി അനാമിക എങ്ങനെ ഇറങ്ങി വരിക, എനിക്ക് വിഷുക്കണി കാണണം എന്നും പറഞ്ഞ്. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വെട്ടി അനാമികയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് വരുന്നു. അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടാ വരുന്നേ. അങ്ങനെ അതും പറഞ്ഞു വന്ന് ദേ കിടക്കുന്നു നിലത്തേക്കു. അപ്പോൾ നിലത്ത് വീണു, തന്നെത്താൻ കണ്ണും പൂട്ടിക്കെട്ടി വന്നതാ, ഉരുണ്ട് വീണു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ഭയങ്കരമായിട്ട് കണ്ണും പൊത്തിപ്പിടിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു നിൽക്കാം. അപ്പോൾ എന്തെങ്കിലും പറ്റിയ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് ഓടിച്ചെന്നു ജാനകി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നില്ലല്ലോ, അപ്പോൾ വിഷുവായിട്ട് വീണല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ കണ്ണും പൊത്തി വന്ന് ഉരുണ്ട് പടച്ച വീണ് പിന്നെ ദേ വന്ന് കണിയും കണ്ടു. ആ സമയം ഇതിനൊക്കെയുള്ള കൈനീട്ടം തന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ചേച്ചി. അപ്പോൾ ഇനി എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ പറഞ്ഞു മുത്തശ്ശനോട്. എല്ലാം കാര്യമായിട്ട് കിട്ടുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശൻ അധികം എടുക്കാൻ പറഞ്ഞു. അവരെ കൊണ്ടൊരു ചെല്ലം എടുപ്പിച്ചു. അപ്പോൾ വിഷു കൈനീട്ടം മേടിക്കാനായിട്ട് ആദ്യം തന്നെ അനാമികയെ വിളിച്ചു. ആദ്യം തന്നെ പൈസ മേടിക്കാനുള്ള ആക്രാന്തം അനാമികയ്ക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് കാലെ തൊട്ടില്ലല്ലോ എന്ന് ഓർത്ത് സോറിയൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ കാലയിലൊക്കെ തൊട്ട് വന്നിച്ചു. എന്നിട്ട് ആ പൈസയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ പൈസയും വാങ്ങിച്ച് അവിടെ നിൽക്കുമ്പം ഇത് കൊല ചതിയായി പോയല്ലോ, എൻ്റെ വീട്ടിൽ 10,000-2,000 ഒക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പറയാം. കാരണം നാണയത്തൊട്ടാണ് എല്ലാവർക്കും മുത്തശ്ശൻ കൈനീട്ടമായിട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും മുത്തശ്ശൻ കൈനീട്ടമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. അനാമികയുടെ മുഖം മാത്രം വലിഞ്ഞേറി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും നല്ലൊരു വിഷു നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഒത്തിരി സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അനാമികയ്ക്ക് ഒഴിച്ച്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ, അതായത് ഈ വിഷുവിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ 55 വർഷമായി കൈനീട്ടം കൊടുക്കാൻ തുടങ്ങിയിട്ടെന്നും മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം സ്വർണവും പണവും അളവില്ലാതെ കയ്യിൽ വന്ന് നിറയുകയായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞു. അതുതന്നെ സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയ്ക്ക് സ്വർണം കിട്ടുന്നതിൽ എന്തെങ്കിലും അത്ഭുതം പറയാനുണ്ടോ എന്ന് ജയൻ കയറി ചോദിച്ചു. അങ്ങനെ എല്ലാവരും ഒരു തമാശ പോലെ പറഞ്ഞിരിക്കാം. അപ്പോൾ എടാ മക്കളെ, കരിമരുന്ന് പ്രയോഗം ഇല്ലേടാ മക്കളെന്ന് ചോദിച്ചപ്പം കരിമരുന്നില്ലാതെ എന്തോന്ന് വിഷുവാണെന്ന് ചോദിച്ചു. പിന്നെ പടക്കം പൊട്ടിയിരായി. അങ്ങനെ മുത്തശ്ശിയെ നോക്കി നിൽക്കുക. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് വളരെ സന്തോഷത്തോടെ അവരുടെ വിഷുക്കാലം അവർ നല്ല രീതിയിൽ അവസാനിപ്പിക്കുക കേട്ടോ. അവിടെ നയന മാത്രമേ ഇല്ല, പക്ഷെ നയന ഇപ്പുറം പടക്കം പൊട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നയന ഇപ്പറയും വളരെ സന്തോഷത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ദേവയാനി അമ്പലത്തിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അപ്പം ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ദേവിയോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ തിരുമേനി അങ്ങോട്ടേക്ക് വന്നു. തിരുമേനി വന്നു കഴിഞ്ഞപ്പം വിഷുവിനെ പറ്റിയൊക്കെയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ അമ്പലത്തിലേക്ക് ദേവിക്ക് കാണാനായിട്ട് പോരുമായിരുന്നു എന്ന് ദേവയാനി തിരുമേനിയോട് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തിരുമേനിക്ക് പൈസയൊക്കെ കൊടുത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി സാറും അമ്മയും രാവിലെ തന്നെ വരുമോ എന്ന് ചോദിച്ചു. അച്ഛൻ അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു.
ദേവയാനി. അപ്പോൾ എല്ലാ വിഷുവിനും വരുന്നതാ. അദ്ദേഹത്തിൻ്റെ പേരിൽ അർച്ചനയും വഴിപാടുകളും നടത്തണമെന്ന് അമ്മ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് അന്നേരം പറഞ്ഞു. അതനുസരിച്ച് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇദ്ദേഹം പറയുക കേട്ടോ. പിന്നെ പൂജയുടെ പ്രസാദം അത് ഞാൻ തന്നു വിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ജലജയും ജാനകിയൊക്കെ വരും, അപ്പോൾ അവരുടെ കൈ കൊടുത്തു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ദേവയാനി. എനിക്ക് മറ്റ് 2-3 സ്ഥലത്തു കൂടി പോകാനുണ്ടെന്ന് പറയുമ്പോൾ ശരി എന്നാൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മരുമോള് ഇതുവരെ വിശേഷം അറിയിച്ചിട്ടില്ല. അവരുടെ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും പിന്നെ ആ ഒരാഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണേ ഭഗവാനെ എന്നും പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ദേവയാനി എന്നിട്ട് അവിടുന്ന് പോകുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറപുറ പറഞ്ഞുകൊണ്ട് വരിക. അപ്പോഴാണ് അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛനെയും അമ്മയെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 2 പേരും കൂടി വന്നു. അപ്പോൾ അമ്മേ, അമ്പലത്തിലേക്ക് പോയപ്പോൾ ഏട്ടത്തി അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, അതെന്താ ആരെയും വിളിക്കാതെ അങ്ങ് പോയതെന്ന് ചോദിച്ചപ്പം അറിയില്ലല്ലോ എന്ന് അമ്മ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കരൾ മാറ്റി വെച്ചതിന് ശേഷം അവൾക്ക് മൊത്തത്തിലൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു. ഇപ്പം അമ്പലത്തിൽ അവൾക്ക് തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ വരുന്നു. അത് പിന്നെ ഒരു നല്ല കാര്യം ആയതുകൊണ്ട് നമ്മളാരും വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ അതല്ലച്ചാ, ദേ എല്ലാ വിഷുവിനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ അമ്പലത്തിലേക്ക് പോവാറുള്ളത്. ഇത്തവണ ഞങ്ങളെ വിളിക്കാതെ രാവിലെ പോയത് എന്താണെന്നാ ചോദിച്ചതെന്ന കാര്യം പറയുമ്പം ആദർശിനെ പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതുപോലെ അമ്പലത്തിലേക്കല്ലേ പോയിരിക്കുന്നത്, അതിപ്പോൾ പോയിട്ട് വരട്ടെ. ഈ ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ പോക്ക് അത്ര പന്തിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നലെയും പുറത്ത് എന്തൊക്കെയോ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് പോയിരുന്നു. ഇനി എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ആർക്കറിയാമെന്ന് ജാനകി പറയുമ്പം അതെ മരുമകളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു ജലജ. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ മരുമകളോട് അവൾക്ക് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചു അമ്മ. ഇവള് പറയുന്നത് പോലെ മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട് അമ്മ. പിന്നെ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. എന്തായാലും നിന്നെ ഇവളെയും പോലെ കുടുംബത്തിനകത്ത് അവൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് അച്ഛൻ പറയുക. അപ്പോൾ ഇവർ 2 പേരും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അവളിപ്പോൾ ഒറ്റയ്ക്കാണ് അടുക്കളയിൽ കയറി പാചകമൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്കാരിയെ പോലും ഒഴിവാക്കി അവളിങ്ങനെ കഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഏട്ടത്തി കയറാതിരിക്കും? ഇപ്പോൾ ഒരു ജോലിക്കാരിയെ വെച്ചാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും പിന്നെ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചത് മാത്രമേ ഏട്ടത്തിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ലേ എന്നൊക്കെ ജലജ ചോദിക്കും ഇവരോട്. ഇപ്പം ഏതോ നല്ലൊരു പെൺകുട്ടി കരൾ കൊടുത്തത് കൊണ്ടാണ് ഏട്ടത്തി ജീവിക്കുന്നതെന്നും പറഞ്ഞു. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാവല്ലോ മനസമാധാനത്തോടെ എന്ന് ജലജയോട് ജാനകി. എന്നാലും നിനക്കൊക്കെ അവളെ അടുക്കളയിലൊന്നും സഹായിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അമ്മ. പലപ്പോഴും അവൾ നിർബന്ധിച്ചാലാ നീയൊക്കെ അടുക്കളയിൽ കയറി ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവള് പണ്ട് മുതലേ കള്ളിയാ. നീ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ജാനകി. പിന്നെ നിനക്കെന്താ ഇപ്പം പറ്റിയത്? അത്യാവശ്യം അടുക്കളപ്പണിയൊക്കെ നീ ചെയ്യുന്നവളായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ നിനക്ക് മടി കയറി തുടങ്ങിയത്. പിന്നെ ദേവയാനിയെ സഹായിക്കാൻ പോലും നിനക്കിപ്പം മടിയല്ലേ, നീ ഒന്നും ചെയ്യാറൊന്നും ഇല്ലല്ലോ എന്ന് പറയണു. അപ്പം മരുമകൾ വന്നതിന് ശേഷം ഏട്ടത്തിയോടുള്ള ബഹുമാനം ഇവൾക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ. അപ്പം എങ്ങനെ കുറയാതിരിക്കും? എൻ്റെ മകൻ്റെയും മരുമകളുടെയും ജീവിതത്തെപ്പറ്റി ഇവിടെ ആർക്കും ഒരു ചിന്തയുമില്ല. അനാമികമോട് നാളെ അനിയുമായിട്ടുള്ള ബന്ധം പിരിയുമെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ജാനകി പറയാം. അത് നേരെയാക്കാനും കൂടി ആരും ശ്രമിക്കുന്നില്ലല്ലോ, പിന്നെന്താ? ഇപ്പം അതിൻ്റെ ഒരു ദേഷ്യം അതെനിക്കുണ്ട് അച്ഛാന്ന് പറഞ്ഞപ്പം വിഷുവായിട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, ആ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ വാ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജലജയും ജാനകിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. അവർ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവൾ പറഞ്ഞത് ശരിയാണെന്നും അനിയും അനാമികയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൊരുത്തമുള്ളൊരു കൊച്ചുണ്ടായിരുന്നു, പക്ഷേ അവളെ അനിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചില്ല ആരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരെ 2 പേരും കൂടെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് അമ്മയെ വാച്ച് ചെയ്യാൻ വേണ്ടി പോവുക. അമ്മ തന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. അപ്പോൾ അമ്മ അമ്പലത്തിൽ വരുവാണെന്ന് പറഞ്ഞത് ശരിയാ. ഇനി അമ്മ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അമ്മയുടെ പിന്നാലെ പോവുക. അമ്മ വന്ന് വണ്ടിയിൽ കയറി ആ വണ്ടിക്ക് പിന്നാലെ നമ്മുടെ ആദർശ് പോകുന്നു. ആ വണ്ടി അമ്പലത്തിൽ നിന്ന് എടുത്തിട്ട് വന്ന് നിൽക്കുന്നത് നയനയുടെ വീട്ടുമുറ്റത്ത്. അപ്പം നയനയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന കാറിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ ആദർശും വന്ന് നിൽക്കണം. അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നയനയുടെ വീടിനകത്തേക്ക് കയറി പോകുന്നത് ആദർശ് കാണുക. ആദർശ് പതുക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആദർശ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ സംശയിച്ചതൊക്കെ ശരി, എല്ലാവരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ആദർശ് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. സമയത്ത് ദേവയാനി വന്ന് കോളിംഗ് ബെൽ അടിച്ചു. നയന വന്ന് വാതിൽ തുറന്നു. അമ്മയും മോളും കൂടെ കണ്ടു, കെട്ടിപ്പിടിച്ചു.
ഉമ്മ കൊടുക്കുന്നു. പിന്നെ അകത്തേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും പൂജിച്ചു വെച്ച നാണയങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് വിഷു കൈനീട്ടവും കൊടുക്കുകയാണ് ദേവയാനി. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം. ഇതിനു മുമ്പുള്ള എല്ലാ വിഷുവിനും ഞാൻ ജലജയെയും ജാനകിയെയും കൂട്ടിയാണ് അമ്പലത്തിലേക്ക് പോവാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, ആരോടും പറയാതെ. അതെല്ലാവർക്കും സംശയം ഉണ്ടാക്കി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായി എന്ന് ചോദിച്ചു നവ്യ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പോയെന്ന് പറഞ്ഞു. ഇത്തവണയാ പടുക്കങ്ങളൊക്കെ ഒരുപാട് വാങ്ങിയിരുന്നു, എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാ. 3 പേര് ഇവിടെ ഉള്ളത് കൊണ്ടേ വലിയ സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അഭിമോനും നവ്യമോളെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ. ആ ഒരു സന്തോഷത്തിന് ഗോവിന്ദേട്ടൻ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്, ദൈവങ്ങളോടൊക്കെ നന്ദി പറയാൻ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും പോകുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അല്ല മോളെന്തൊന്നും പറയാത്തതെന്ന് നന്ദുവിനോട് ചോദിച്ചു. ഒന്നുമില്ലാന്ന് നന്ദു. മോളെ ഹനി വിളിച്ച് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞായിരുന്നു ചോദിച്ചപ്പം ഇല്ലാന്ന് പറഞ്ഞു. അവൻ വിളിക്കുവാണെങ്കിൽ അവൻ്റെ കരണത്തൊരു പാടുണ്ടായോ എന്നൊന്ന് ചോദിക്കണം കേട്ടോ എന്ന് ദേവയാനിയോ പറഞ്ഞു. അയ്യോ എന്തു പറ്റി, എന്താ കാര്യമെന്ന് കനക ചോദിക്കുമ്പം ഇന്നലെ രാത്രി നന്ദുവിനെ കണ്ടിട്ടില്ല അവൻ അങ്ങോട്ടേക്ക് വന്നത്, അതിന് ഞാൻ കരണത്തൊന്ന് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും കനക ഇങ്ങനെ നന്ദുവിനെ നോക്കുക. അവരിപ്പോൾ ഇവരറിഞ്ഞില്ലായിരുന്നല്ലോ, അത് അമ്മ എങ്ങനെ അറിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞില്ല. കള്ളം ചെയ്തവനോടെ തറപ്പിച്ച് 2 ചോദ്യം ചോദിച്ചാൽ സത്യം പറയുമല്ലോ എന്ന് ദേവയാനി പറഞ്ഞു. ഇവിടെ ഒരാളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അമ്മേ. SI ആകാൻ പോകുന്ന ആളെ ഞാൻ പിടിച്ചൊന്ന് കുടയുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു ഹനിയെ കണ്ടു എന്നുള്ള കാര്യം. അങ്ങനെ ഇവരാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരി, അപ്പോൾ ഹനിയെ കാണാനാണോ നീ രാത്രി ഇവിടെ നിന്ന് പോയതെന്ന് അമ്മ ദേഷ്യത്തിൽ, അതായത് കനക ദേഷ്യത്തിൽ ചോദിക്കാം. വിഷുവായിട്ട് ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ട കനകെ, നമ്മളെല്ലാവരും മുന്നിലും പിന്നിലും നിന്ന് 2 പേരെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികളാ 2 പേരും, അതുകൊണ്ട് ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്ന് കരുതാം അല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ നേരം ദേവയാനി ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞോണ്ട് മോളുവാ നന്ദു. അനിയുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ അതിന് മുൻപ് വേണമായിരുന്നെങ്കിൽ മോൾക്ക് ഇതിൻ്റെ പേരിൽ സമരം ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു, എനിക്കും ചെയ്യാമായിരുന്നു. അത് നിങ്ങൾ 2 പേരും ചെയ്തതുമില്ല. പിന്നെ അല്ലെങ്കിൽ എല്ലാം അറിയാമായിരുന്ന മോളുടെ ചേച്ചിമാരും അമ്മയും ഇതിനെ അനുകൂലിച്ചതുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ സാഹചര്യത്തിൽ ഞാനും ഒരിക്കലും ഇതിനെ അനുകൂലിക്കുമായിരുന്നില്ല എന്നും ഇപ്പോഴെന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ സ്ഥിതിക്ക് ഇനി കിട്ടാത്തതിൻ്റെ പിന്നാലെ നടക്കരുത് മോളെ, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് നന്ദു. അപ്പോൾ അതൊക്കെ എനിക്കറിയാം മോളെ, അനിയാണ് മോളെ ശല്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അവനെ മോള് വേണം പറഞ്ഞ് തിരുത്താനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവന് മുഖം കൊടുക്കാതെ മോള് നടക്കണം. അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവനോട് കുറച്ച് ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അനിയെന്നാണ് ഇവള് പറയുന്നത്. അനി ഇവളുടെ കാര്യത്തിൽ മാത്രം മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്ന് വേണം ഇവരുടെ പറച്ചിൽ നിന്ന് മനസ്സിലാക്കാനെന്നൊക്കെ പറയുന്നു നയന. ഏതായാലും മോള് പോലീസ് ക്യാമ്പിലേക്ക് പോവല്ലേ, അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും അവനെ മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാമെന്ന കാര്യമൊക്കെ നേരത്തേക്കും ഇങ്ങനെ ദേവയാനി പറഞ്ഞു. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനും അതുപോലെ ജയനും ഒക്കെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ആദർശിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അവനെ എന്തോ അലട്ടുന്നുണ്ടെന്നും ഇന്നലെ എന്നോട് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഒരു ശ്രദ്ധയും ഇല്ലാതെയാണെന്നും പറഞ്ഞു. വിഷുവായിട്ട് റെക്കോർഡ് സെയിൽ തന്നെയാണ് നടന്നത്. ആ ഒരു നേരത്ത് അവൻ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. അതില്ലെന്ന് മാത്രമല്ല അവനതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ ആദർശിൻ്റെ കാര്യം പറയുമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞവർ. അപ്പോൾ അവൻ ആകെ ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതെ ഇപ്പം നടക്കുന്നത് എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പം ഇനി കുട്ടികളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്, അവനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അച്ഛനായി നിനക്ക് പറഞ്ഞ് തിരുത്തിക്കൂടെ എന്ന് അച്ഛൻ അന്നേരം ജയനോട് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാ അച്ഛനിപ്പോൾ ഉപദേശം കൊടുക്കുന്നതേ മോനാ? അത് ശരിയാ, നിങ്ങൾ അച്ഛനേക്കാളും ഇളയച്ചനേക്കാളും പക്വതയുണ്ട് നിങ്ങളുടെ മകന് എന്ന് അന്നേരം മുത്തച്ഛൻ പറഞ്ഞു. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശ് പോയിട്ട് കയറി വരുന്ന ആദർശിൻ്റെ മുഖം വല്ലാതായിട്ടിരിക്കുക. നീ എവിടെ പോയതായിരുന്നു മോനെ എന്നാ ചോദിച്ചു. അപ്പം ഞാൻ അമ്പലത്തിൽ പോയതാ. എന്നിട്ട് നിൻ്റെ അമ്മയെ നീ കണ്ടായിരുന്നോ? അവൾ അങ്ങോട്ട് വന്നായിരുന്നല്ലോ എന്ന് പറയുമ്പം ഞാൻ കണ്ടില്ല എന്ന് ആദർശ്. അല്ല മോനെ, വിഷുവിന് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ അമ്പലത്തിൽ പോകാറ്, ഇന്ന് മാത്രം ഞങ്ങളെ ഒഴിവാക്കിയിട്ട് നീ ഇതിന് ഒറ്റയ്ക്ക് പോയതെന്നൊക്കെ അന്നേരം ജയൻ ചോദിച്ചു. വയസ്സായവരെ കൂടെ കൂട്ടുന്നത് ബുദ്ധിമുട്ടായി തുടങ്ങിയോന്നൊക്കെ ചോദിച്ചു ഈ മുത്തശ്ശൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? കണി കണ്ട ശേഷമേ എല്ലാവരും പൂജാമുറിയിൽ നന്നായി പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതെ പോയത് എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി പറയുമ്പം അതെല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നതല്ലേ, അതിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതും കാര്യങ്ങളും ഒക്കെ.
ഇപ്പോൾ ഈ വീടിനകത്ത് പൂജകളൊന്നും അധികം നടക്കുന്നില്ല. അതിൻ്റെ താളം തെറ്റലുകൾ വീണ്ടും തുടങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. അനിയുടെ ദാമ്പത്തിക ജീവിതം ശരിയായ ദിശയിലേക്കല്ല പോകുന്നത്. അതിനിടയിൽ നിനക്കെന്തോ മാനസിക വിഷമമുണ്ടെന്ന് ഇവന്മാർ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോനെ എന്നൊക്കെ അന്നേരം ചോദിച്ചു മുത്തശ്ശൻ. എനിക്ക് മനസ്സിലൊരു വിഷമമുണ്ട് മുത്തശ്ശ എന്ന് ആദർശ് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ ഉടനെ പറയാമെന്നും ആദർശ് പറയുക. അപ്പം നയനമോളുമായിട്ട് എന്തെങ്കിലും പിണക്കോ കാര്യങ്ങളോ ഉണ്ടോ മോനെ നിനക്കെന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പം അവളുമായിട്ട് മാത്രമല്ല മറ്റൊരാളുമായിട്ടും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.